ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശങ്കരനാരായണൻ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ദീപ്തി ആകെ ഞെട്ടിപ്പോവുകയാണ്. എനിക്ക് വിവാഹം ഒന്നും ഇപ്പോൾ വേണ്ടാന്ന് പറയാണ്. അപ്പോഴേക്ക് ശ്രീകാന്ത് വന്നിട്ട് പറയാണ്, എന്തടി എനിക്കിപ്പോൾ വിവാഹം കഴിച്ചാൽ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടനല്ലല്ലോ കല്യാണം കഴിക്കേണ്ടത്, ഞാനല്ലേ എന്ന് ചോദിക്കാനുണ്ട്. ഈ തർക്കുത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് ഞാൻ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും പത്മം വരികയാണ് കേട്ടോ. ഇപ്പോൾ വിവാഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എപ്പോഴും എങ്ങനെയാണ്, ഏത് നേരം നോക്കിയാലും ഫോണും ചാറ്റിങ്ങും മാത്രമേ ഉള്ളൂ, പഠിക്കാനൊന്നുമില്ല. വിവാഹത്തെക്കുറിച്ച് പറയണത് അവൾക്ക് ഇഷ്ടമല്ല. ഇനി ഇവളുടെ മനസ്സിൽ വല്ലവരും ഉണ്ടോ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ പത്മം. അപ്പോൾ ശങ്കരനാരായണൻ ചെറിയൊരു സംശയം പോലെ തോന്നാണേ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നതേ, വരുത്തി വെച്ച നാണക്കേടേ ഇതുവരെ തീർന്നിട്ടില്ല, ഇനി നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശങ്കരനാരായണൻ പറയാണ്, ശ്രീകാന്തെ നീ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ, അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല അല്ലേ ദീപ്തി എന്ന് ചോദിക്കുമ്പോൾ ദീപ്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഒന്നും മിണ്ടാതെ ഇരിക്കുക തന്നെയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിവാഹം വേണ്ടാന്നുണ്ടെങ്കിൽ ശരി, പക്ഷെ എന്നാലും അവർ വന്നൊന്ന് കണ്ടുപോക്കോട്ടെ എന്ന് പറയുകയാണ്. ശരി, എന്നാൽ ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ കണ്ടുപോക്കോട്ടെ, പക്ഷെ അവർക്ക് ചായ കൊടുത്ത് ഞാൻ പറഞ്ഞയക്കാം, പക്ഷെ കല്യാണം അത് ഞാനിപ്പോൾ കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. എടി നീ അങ്ങനെ പറയാൻ കാരണം എന്താണ്, നിൻ്റെ മനസ്സിൽ വല്ലവരുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ദീപ്തി ഒന്നും മിണ്ടാതെ നിൽക്കണാണുമ്പോഴാണ് കേട്ടോ ശങ്കരനാരായണൻ വീണ്ടും സംശയം തോന്നുകയാണ്. അപ്പോൾ സാറില്ല, എന്തായാലും ദീപ്തി നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ. അങ്ങനെ ശങ്കരനാരായണൻ ദീപ്തിനെ വീണ്ടും വിളിക്കാനിട്ട്, അതേ ഒന്ന് നിന്നേ, ഇന്ന് വേദ നിന്നെ കാണാൻ വന്നല്ലോ, അതെന്തിനാ? അപ്പോൾ ശ്രീകാന്ത് അമ്മനോടേക്ക് വേദ കാണാൻ വന്നു. അവളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു, സ്വപ്നം കണ്ടിട്ട് ദീപ്തിനെ സ്വപ്നം കണ്ട കാരണം വന്നാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശങ്കരനാരായണൻ പത്മത്തിനോട് പറയാണ്, പത്മം നിന്നോടല്ലല്ലോ ഞാൻ ചോദിച്ചത്, ദീപ്തിനോടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തിനാ വന്നത് എന്ന് ചോദിക്കും. ഒന്നുമില്ല അച്ഛാ എന്ന് പറയട്ടോ, വെറുതെ വന്നതാന്ന് പറയട്ടോ. ആണോ? അല്ല, മക്കൾക്ക് മക്കളുടേതായ ലോകമുണ്ട്, അത് അവിടേക്ക് അച്ഛനമ്മമാർക്ക് പ്രവേശനമില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം. പക്ഷേ സഹോദരങ്ങൾ അങ്ങനെയല്ല, സഹോദരങ്ങൾക്ക് പരസ്പരം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും നിന്റെ കാര്യം വേദ അറിഞ്ഞിട്ട് ആണോ വേദ നിന്നെ കാണാൻ വന്നത് എന്ന് ചോദിക്കാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, അയ്യോ ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും പറയാനൊന്നും വന്നതല്ല, വെറുതെ വന്നതാണ് ചേച്ചി എന്ന് പറയട്ടോ. അപ്പം ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം, നിന്റെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല, ആ കാര്യം നീ നന്നായിട്ട് ആലോചിച്ച് വെച്ചോ എന്ന് പറയുകയാണേ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ദീപ്തി മുകളിലേക്ക് കയറി പോകുമ്പോൾ പഴയൊരു സംഭവം ആലോചിക്കുകയാണ് കേട്ടോ, വരുണിനെ പരിചയപ്പെട്ട കാര്യം. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ വരുൺ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വരുണിനെ ഒരു ഡോക്ടർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അന്നേരം വരുണൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ പറയുന്നുണ്ട്, അത് ആള് ഇപ്പോൾ സംസാരിക്കാനൊന്നുമില്ല, എപ്പോഴും ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുണിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ദീപ്തി കുറച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വരുണൊന്നും മിണ്ടുന്നൊന്നുമില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ആ ഡോക്ടർ ദീപ്തിനോട് പറയുന്നുണ്ട്, അതെ അകത്ത് കിടക്കുന്ന ആ പുള്ളി ഉണ്ടല്ലോ, കാണുന്ന ആളൊന്നും അല്ല കേട്ടോ, വിളഞ്ഞ വിത്താന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഇതിന് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് കാണിച്ച് തന്നേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. ഒരു അടിപിടി കേസിലാണ് ഇവിടെ വന്നത് എന്ന് പറയും. അപ്പോൾ ഒരാൾ തല്ലിച്ചതച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മാതിരി അടിച്ചിട്ടാണ് ഇവിടെ വന്നത്, ജീവൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വിക്രം എന്ന് പറഞ്ഞൊരു ഗുണ്ടയാണ് അടിച്ചതെന്ന് പറയുമ്പോൾ ദീപ്തിക്ക് മനസ്സിലാവാണ് കേട്ടോ, വിക്രം എന്ന് പറയുമ്പോൾ. അങ്ങനെ ഇതൊരു കേസൊക്കെ ആയി മാറി. ഇവൻ്റെ അച്ഛൻ വലിയ പുള്ളി തന്നെയാണ്, വാസവൻ എന്ന് പറയും. പിന്നെ വിക്രത്തിനെതിരെ ഭാര്യ ആണ് സാക്ഷി പറഞ്ഞത്, പക്ഷേ എന്നിട്ടും അയാൾക്കെതിരെ കേസെടുക്കാനൊന്നും ആരും തയ്യാറായില്ല, ആരും സാക്ഷി പറയാനും തയ്യാറായില്ല എന്നൊക്കെ പറയും. അപ്പോൾ ദീപ്തിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവാണ് കേട്ടോ, വിക്രം തല്ലിച്ചതച്ച ഗുണ്ടയാണ് അകത്ത് കിടക്കണമെന്നുള്ളത്. പക്ഷേ ഇവന് അങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഒരു പെണ്ണിനെ ക്രൂരമായി പീഡിപ്പിച്ചതിൻ്റെ പേരിലാണ് അവൻ ഇങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ ഒരു രോഗി വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടണമെന്നാണ് കരുതുക, പക്ഷേ ഇവനങ്ങനെ ഞങ്ങൾ കരുതിയില്ല. കാരണം അമ്മ അതിരി ഒരു റേപ്പിസ്റ്റാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അത്രയ്ക്ക് ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടീനെ പീഡിപ്പിച്ചത്. ആ കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ സങ്കടം വരും. ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ കുട്ടി അഡ്മിറ്റ് ആയതെന്നൊക്കെ പറയും. കുറേ ഡീറ്റെയിൽസ് വരുണിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പം പിന്നെ കുറച്ച് നോർമലായി വന്നു, ഇപ്പോൾ മാറ്റേണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ, ഇപ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ ഒക്കെ ഒരു വക്കീലാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ പിറ്റേ ദിവസമല്ല, അപ്പം തന്നെ വീണ്ടും വരുണിനെ കാണാനായിട്ട് ദീപ്തി വരുന്നുണ്ട്. ഒരു ചെയറൊക്കെ വലിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് വരുണിനോട് സംസാരിക്കുന്നുണ്ട്.
വരുവാണെന്നുണ്ടെങ്കിൽ മിണ്ടുന്നില്ല കേട്ടാ. അപ്പോൾ വരുണോട് ദീപ്തി പറയുകയാണെ ജീവൻ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തോന്നലാണ് എപ്പോഴും വരുണിന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറയുകയാണെ. അല്ല, കുറേ ആൾക്കാർക്ക് സമാധാനം കിട്ടും എന്ന് വരുൺ പറയാനിട്ട് ആർക്ക് സമാധാനം കിട്ടാണ്, വരുണിൻ്റെ ജീവൻ പോയാലെന്ന് പറയും. അവൾക്ക്, പ്രത്യേകിച്ച് അവൾക്ക് എന്ന് പറയും. അന്നേരം ദീപ്തി പറയാണ്, ആ കുട്ടീനോടൊരു സോറി പറയാതെ വരുണിൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വരുൺ തയ്യാറാവരുതെന്ന് പറയാൻ കേട്ടോ. അത് ഞാൻ സഹായിക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ തൊഴുത് കാണിക്കാൻ കേട്ടോ വരുൺ. പിന്നെ പിറ്റേ ദിവസവും വരുണിനെ കാണാനായിട്ട് വരികയാണേ. അന്നേരം വരുൺ അങ്ങനെ അധികം സംസാരിക്കൊന്നുമില്ല. ദീപ്തിയാണെന്നുണ്ടെങ്കിൽ വരുണിനോട് നന്നായിട്ട് സംസാരിച്ചൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വേറൊരു ദിവസം വരികയാണ്. അപ്പോൾ വരുണിൻ്റെ പിറന്നാളാണ്. അപ്പോൾ വരുണിന് ഒരു ബൊക്കെയൊക്കെ കൊടുക്കുകയാണ്. ഇന്ന് വരുണിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഒരു പൂച്ചെണ്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. മാത്രമല്ല വരുണിൻ്റെ അമ്മയും പെങ്ങളൊക്കെ വന്നു പോയിന്നും അറിഞ്ഞല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ആ പൂച്ചെണ്ട് കൊടുക്കുമ്പോൾ താങ്ക് യു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഓഹോ, ആദ്യമായിട്ടാണ് വരുൺ എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. എന്തായാലും നന്ദിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 2 വാക്കുകൾ ഇപ്പോൾ വരുൺ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് സോറിയും ഒന്ന് താങ്ക് യു. എന്തായാലും അതെന്നെ മനുഷ്യൻ്റെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇതൊക്കെ നമ്മളെ ദീപ്തി മുമ്പത്തെ കാര്യങ്ങൾ ആലോചിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളെ ശ്രീജനെയാണ് കാണിക്കുന്നത്. ശ്രീജ കണക്കൊക്കെ നോക്കണപ്പോൾ വിഷയം വന്ന് പറയാണ്, കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണല്ലോ. അതെ, ഇപ്പോൾ ആരൊക്കെ തരാനുണ്ട്, എത്രയൊക്കെ കിട്ടി, ഇനി എത്രയൊക്കെ ബിസിനസ്സിലേക്ക് ഇറക്കണം എന്നൊക്കെ ആലോചിച്ച് ഓരോരോ കണക്കുകൾ എഴുതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, ആണോ, ഇനിയിപ്പോൾ എന്തായാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനുണ്ട്. പിന്നെ കാശൊക്കെ കിട്ടി തുടങ്ങിയിട്ട് ആ സ്കൂട്ടർ മാറ്റിയിട്ട് ഒരു ഓട്ടോ മേടിക്കണം. ഒരു ഓട്ടോയിൽ ഒരാളെ വയ്ക്കാമല്ലോ നമുക്ക്, എന്നിട്ട് വിശേട്ടം കൊണ്ടുപോയി കൊടുത്താൽ മതി എന്നൊക്കെ പറയാം. ആണോ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു വാൻ മേടിക്കാം, പിന്നെ ഒരു ബിസിനസ് ആവാം, പിന്നെ വലിയ ഫാക്ടറി, കാറ്, അങ്ങനെയൊക്കെ ആവാം. കളിയാക്കല്ലേ വിശേട്ടാ, കളിയാക്കിയതല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. വേദയും ലോൺ വാങ്ങിച്ച് വരുമ്പോഴേ ഇത് തന്നെയാണ് എന്നോട് വിഷ് ചെയ്തതെന്ന് പറയട്ടോ. എല്ലാം വേദരം നല്ല മനസ്സെന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജ പറയണ, പാവം എന്താ വേദൻ്റെ വിഷമിച്ചിരിക്കുകയാണ്. ആ ദീപ്തിയുടെ കാര്യത്തിലാണോ? അതെ. ആ പയ്യൻ ആരാണെന്ന് വിശേട്ടൻ അറിയുമോ എന്ന് ചോദിക്കുകയാണേ. ആരാണ് ആ പയ്യൻ? നമുക്കറിയാവുന്നവരാണോ? വിക്രം തല്ലിച്ചർച്ചില്ലേ, ഒരു വരും, വാസവൻ്റെ മോൻ. അയ്യോ, വാസവൻ്റെ മോനോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. അവൻ ആ പെൺകുട്ടിനെ ചതിക്കുന്നതാവുള്ളൂ, വിക്രമിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ വേദ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുകയാണേ. ആ കുട്ടീനോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കിയല്ലോ. നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യമുണ്ട് ശ്രീജ, സാരില്ല, നമുക്ക് നാളെ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ആ കുട്ടീനോടൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറയുന്നുണ്ട് ശ്രീജ. അങ്ങനെ വിശ്വനാഥ് സമ്മതിക്കുന്നുണ്ടേ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ വെള്ളമൊക്കെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയും. എന്തിനാ എന്നെ കാത്തിരിക്കുന്നത്? എന്നെ കണ്ട് ഒരു ഗുഡ് നൈറ്റ് പറയാതെ ഉറക്കം വരില്ല അല്ലേ എന്ന് പറയാൻ കേട്ടോ ചിരിച്ചിട്ട്. എൻ്റെ വായന വല്ല കേൾക്കൂട്ടോ, സ്വാമിയായി പോയി ഞാൻ എന്ന് പറയണേ. ഓഹോ, സ്വാമിയായി പോയതുകൊണ്ടാണല്ലേ എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണേ. താനിവിടെ ഇരിക്കുകയെന്ന് പറയട്ടോ. ശരി, ഞാനിവിടെ ഇരിക്കാം, പറഞ്ഞോ, ഇനി എന്താ പറയാനുള്ളത് പിള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ പോലെ പറയാൻ കേട്ടോ വേദ. അപ്പോൾ വിക്രാണെന്നുണ്ടെങ്കിൽ ദീപ്തിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്തായി എന്ന് പറയും കേട്ടോ. അപ്പോൾ അവള് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഭയങ്കര ഉറച്ച സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. അവൻ ചതിക്കുകയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മാത്രമല്ല അവൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അതൊക്കെ പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. അവൾക്ക് എല്ലാം അതും അറിയാം. വരുണിനെ കുറിച്ച് നമ്മളിനി അവളോട് അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ എങ്ങനെ ഇത് പെട്ടുപോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ വിക്രം പറയും, സാധാരണ പെൺകുട്ടികൾക്ക് സെൻറ്റിമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്, പ്രണയം തോന്നാം. ഇത് എന്ത് കണ്ടിട്ടാണ് അവനോട് ഇങ്ങനെ ഒരു പ്രണയം ദീപ്തിക്ക് തോന്നാൻ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ വിക്രം പറയാണ് കേട്ടോ. അപ്പോൾ ഇനി അവളായിട്ട് ഇതിന് പിന്മാറുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്ന, അവളായിട്ട് പിന്മാറണ്ട, അവനായിട്ട് പിന്മാറിയാലോ? അതെങ്ങനെ? അതാണ് ഇതിലുള്ളൊരു വഴി എന്ന് പറയുന്നത്. വരുണായിട്ട് ഇതിൽ നിന്ന് പിന്മാറണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ധം ഇല്ലാതാക്കാൻ കഴിയും. അപ്പോൾ വേദ അതെങ്ങനെ? ഗുണ്ടായസം കൊണ്ടാണ്? ഞാൻ ഗുണ്ടായസമൊന്നും കാണിക്കാൻ പോകുന്നല്ലേ, മലയ്ക്കുക മാലിട്ടിരിക്കല്ലേ, പിന്നെ എങ്ങനെയാണ് ഗുണ്ടായസം കാണിക്കാം? പിന്നെ എനിക്ക് വേണ്ടി വേറൊരാൾ ചെയ്യും എന്ന് പറയും കേട്ടോ. വേറെ ആളെന്ന് പറഞ്ഞാൽ നിങ്ങളെ ശ്രീനിവാസനായിരിക്കും. അതെ, എൻ്റെ ശ്രീൻ സാർ ഇടപെട്ടാൽ ഇത് നടക്കില്ല എന്നാണോ നീ വിചാരിക്കുന്നത്? പക്ഷേ പകരം നീ ആ കേസൊന്ന് പിൻവലിക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവണം കേട്ടോ കാര്യം. അപ്പോൾ വേദ പറയുന്നുണ്ടേ, അതെ, തൽക്കാലം ഈ കേസ് ഞാൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും. മാത്രമല്ല എൻ്റെ ഓഫീസിൽ വരുന്നൊരു കേസ് ആര് വാദിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ചക്രപാണി സാറാണ്.
അപ്പോൾ വിക്രം പറയും നിൻ്റെ ഈ കേസ് നീ വാദിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, നീ എന്തുകൊണ്ട് അങ്ങനെ പറ, നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് പറയും. ഓഹോ, ഭാര്യയാണെന്നുള്ള തോന്നലൊക്കെ വിക്രസ്വാമിക്ക് ഇപ്പോൾ വന്നു തുടങ്ങി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾ അനുസരിക്കണം എന്ന് പറയട്ടോ. ശ്രീനിവാസനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറയുകയാണ്. അതെ, പിന്നെ ഈ കേസ് വാദിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഇഷ്ടമാണ്, അത് എൻ്റെ തീരുമാനമാണ്. പിന്നെ ചക്രപാണി സാറാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഓഫീസിൽ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ അതാര് വാദിക്കണം എന്നുള്ളത്. അപ്പോൾ സാർ എന്നോട് കേസ് വാദിക്കണം എന്ന് പറഞ്ഞു, ഞാനത് വാദിക്കാൻ ഏറ്റെടുക്കുകയും ചെയ്തു, ഞാനത് വാദിക്കുകയും ചെയ്യും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വന്നിരിക്കുന്ന നിൽക്കുന്ന കാണിച്ചുകൊണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് വീക്കിലെ പ്രമോ കാണിച്ചിട്ടുള്ളത് രണ്ടുപേരും അമ്പലത്തിൽ പോകുന്നതും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആദ്യമായിട്ട് വിക്രം വേദയ്ക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നതും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് വേദ ആ സാരി വാങ്ങിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഭാഗങ്ങളാണ് നെക്സ്റ്റ് വീക്കിൽ പ്രമോ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.